ശ്രീ ഷോൺ ജോർജ് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് ആണല്ലോ, അത് മറക്കരുത്. ആ ഒരു വലിയ സങ്കല്പത്തിൽ മുമ്പോട്ട് പോകണമെന്നുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ആഹ്വാനമാണ് അദ്ദേഹം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നത്. हम पार्टी के महामंत्री एक नंबर का करता थे, हमको नोटिस रिसीव नहीं दिया है, हमको टाइम भी नहीं दिया है, अचानक सारा घोष कर दिया है. बाप रे बाप. തീർച്ചയായിട്ടും ആക്ഷേപങ്ങൾ ധാരാളമുണ്ട്. എങ്കിൽ പോലും ഇന്ന് അദ്ദേഹം കൊടുത്തൊരു മെസ്സേജ് എന്താ പറ, എനിക്കറിയില്ല. ഞാനൊരു സെക്കുലർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി എന്ന നിലയിൽ എല്ലാ മതവിഭാഗങ്ങളോടും എന്റെ ആഭിമുഖ്യം ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ പറയുന്നത് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് മിസ്റ്റർ മുകുന്ദൻ. ഒരാൾക്ക് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അത് സംരക്ഷിക്കാനുള്ള ബാധ്യത ബിജെപിക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, जीसस क्राइस्ट का ग्रंथ का नाम बताओ. जस्ट टेल मी, कहां से मैन्युफैक्चर हुआ है? Of course, it was not printed in India. भारत वर्ष में ये पैदा हुआ ही नहीं था. विदेशी क्रिश्चियन लोगों का, विदेशी भाषाओं का बाइबल हमारे इंडिया में क्या रहेगा? പക്ഷേ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും ഇത്തരം വിഷയങ്ങളുണ്ട്. हमारा क्या है? चारों वेद है, मनुस्मृति है, उपनिषद है. हम कोई भी क्रिश्चियनों का बाइबल को फॉलो नहीं करेंगे. അത് ഞങ്ങൾ അറിയുന്ന സ്ഥലങ്ങളിൽ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നിർബന്ധിത മതപരിവർത്തനം നടന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നത് നമ്മളുടെ നീതിന്യായ സംവിധാനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതനുസരിച്ചാണല്ലോ നീങ്ങേണ്ടത്. അല്ലാണ്ട് അവരെ ഏതെങ്കിലും തരത്തിൽ കായികമായി നേരിടാനും മറ്റും ഉള്ള അവകാശം ആരും തന്നിട്ടില്ല. വളരെ 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 നിഗൂഢമായ നീക്കമാണ്. എന്ത് നീക്കമാണ് ഷോൺ നിഗൂഢം എന്ന് പറയുന്നത്? എനിക്കറിയില്ല. ഈ മധ്യപ്രദേശിൽ നടക്കുന്ന, യുപിയിൽ സർക്കാർ തന്നെ ക്രിസ്മസ് ദിനത്തിൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന, ഡൽഹിയിൽ ലജ്പത് നഗറിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള കരോൾ സംഘത്തെ ബജ്രംഗ് ദൾ പ്രവർത്തകർ വിരട്ടി ഓടിക്കുന്ന സംഭവമൊക്കെ എന്താണ് ആസൂത്രിതം എന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരാണ് ഈ അക്രമ സംഭവങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്? ആരാണ് നടപ്പാക്കുന്നത്? ആര് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത് നടക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമല്ലേ? തള്ളി താഴെ വീഴ്ച വീണെടുത്തിട്ട് വീണ്ടും ചവിട്ടാൻ വരുമ്പോ ഗതിയില്ലാത്തവന് കർത്താവേ ഉള്ളൊരു പിടിവള്ളി. പക്ഷേ തമ്പുരാൻ താഴെ കറങ്ങി വരത്തില്ലല്ലോ. പരിശോധിക്കൂ, നിങ്ങൾ ആ യുപിയിലെ കലണ്ടർ ഒന്ന് പരിശോധിക്കൂ. ഡിസംബർ 25 അവധി ദിവസം തന്നെയാണ്. ഇവരുടെ ഈ ഒരു എളിമ അത് കുറച്ച് അഭിനയമാണോ എന്ന് എനിക്ക് തോന്നി. വാജ്പേയിയുടെ ജന്മദിനമായ അന്ന് ഗുഡ് ഗവേണൻസ് ഡേ എന്ന് ആചരിക്കണമെന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവരുദ്ധമാണെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് പറയില്ല. നിങ്ങൾക്ക് അത് വ്യാഖ്യാനിക്കാം. അങ്ങനെ മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത്. ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ അപ്പോൾ ഞാൻ ചൂണ്ടിക്കാട്ടിയ മറ്റ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ബിജെപി പ്രവർത്തകർ നേരിട്ടിടപെടുന്നതിൽ ഉത്തരവാദിത്തമില്ല. ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തുന്നതിൽ ഉത്തരവാദിത്തമില്ല. പിന്നെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയുക, നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. നിന്റെ ഭാവിക്ക് വേണ്ടിയാ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇത്തരം ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടില്ലേ? ആയിരക്കണക്കിന് 10,000-കണക്കിന് നടന്നിട്ടുണ്ട്. ആ സംഭവങ്ങളെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത് നടക്കുന്നത്. ബിജെപി സംഘപരിവാർ സംഘടനകളാണ് ഇത് നടത്തുന്നത്. അതിനെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറായിട്ടില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. നാണം കെട്ടവന്റെ ആസനത്തിൽ ആലുകളുത്താൽ അതും തണലാക്കുന്നവനാ താൻ.